തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയം വാസ്തവത്തിൽ വിന്നബിലിറ്റി തെളിയിക്കാൻ ഒരു ഉദാഹരണമായി മാറി. പലപ്പോഴും BJPക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ചെയ്യാതിരിക്കുന്നത് വിന്നബിലിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. വോട്ട് വെറുതെ പാഴാക്കണ്ട, BJPക്ക് വിജയസാധ്യതയില്ല എന്ന് കരുതി BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള പലരും ചെയ്യാതിരിക്കും. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചതോടെ BJP ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വിന്നബിലിറ്റി തെളിയിക്കാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 5ഓളം നിയമസഭയിലെ BJPയുടെ സാധ്യതയാണ് ഉയർത്തുന്നത്. BJP നേരത്തെ ഒരിക്കൽ ജയിച്ച നേമമണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം, കാട്ടാക്കട മണ്ഡലം എന്നിവയാണ് BJPക്ക് വിജയസാധ്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കാവുന്ന 5 മണ്ഡലങ്ങൾ. ആറ്റിങ്ങൽ അടക്കമുള്ളിടത്ത് BJPക്ക് സ്വാധീനമുണ്ടെങ്കിലും ഈ 5ഇടത്തും BJPക്ക് വിജയിക്കാൻ കഴിയുന്ന സാധ്യതയുണ്ട്. അതിൽ കാട്ടാക്കട ഒഴികെ ബാക്കി 4ഉം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം ഉറപ്പിച്ചതോടെ രാഷ്ട്രീയമായ പിന്തുണയുണ്ട്, സാമ്പത്തിക പിന്തുണയുണ്ട്. ഈ 5ഇടത്തും BJPയുടെ വിജയസാധ്യത കൂടുകയാണ്. ഇത് CPMന് വലിയ ക്ഷീണമാണ്. കാരണം ഈ 5ഇടത്തും ഇപ്പോഴത്തെ സിറ്റിംഗ് MLAമാർ CPMകാരാണ്. വാസ്തവത്തിൽ കോർപ്പറേഷൻ നഷ്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത CPMന് 5 സീറ്റ് കുറയാനും BJPക്ക് 5 സീറ്റ് ഉണ്ടാവാനുമുള്ള സാധ്യത തെളിഞ്ഞു എന്നാണ്.